അപ്പോൾ മാം ഇപ്പോഴത്തെ ജെൻസി കിഡ്സിനെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെ പറ്റി പറയുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ലോ സെൽഫ് എസ്റ്റീം, ആങ്സൈറ്റി. പിന്നെ ഏറ്റവും അധികം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ കുട്ടികളുടെ. നമസ്കാരം, റിസോഷ്യ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ, അതായത് ഏകദേശം കോവിഡ് മഹാമാരി നമ്മളെ ബാധിച്ചതിന് ശേഷം ജെൻസി കിഡ്സ് എന്ന് പറയുന്ന യങ് ജനറേഷന് കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചു. മുൻപത്തെ തലമുറയെ പോലെയല്ല, അവരുടെ ചിന്താരീതികളും സ്വഭാവ സവിശേഷതകളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളും ടീച്ചേഴ്സും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഇവരെ കൺട്രോൾ ചെയ്യാൻ, ഇവരെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരെ നേർവഴിക്ക് നടത്തുന്നത് എന്നൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ പ്രിൻസിപ്പൽ ഡോക്ടർ ബി ബിന്ദു നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം മാം. അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് അഡോളസെൻ്റ് സ്റ്റേജ് കഴിഞ്ഞ കുട്ടികളിൽ ബൗദ്ധിക തലത്തിൽ പ്രകടമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് മാം കരുതുന്നത്? അതായത് അവരുടെ ചിന്താശക്തി, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതി, പഠന രീതി മുമ്പത്തെക്കാട്ടിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ എല്ലാം ഒരു കൂടുതൽ അവർക്ക് സാധിക്കുന്നുണ്ട്. ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും അതുപോലെ പഠിക്കുന്ന രീതി, പഠന രീതി, അതിലെല്ലാം ഒരു പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. ഇപ്പോൾ മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് പഠിക്കുക, അതല്ലെങ്കിൽ ആർട്ടിൽ കൂടെ പഠിക്കുക, അങ്ങനെയൊക്കെയുള്ളത് അവർക്കറിയാം. പിന്നെ PPT ഉപയോഗിച്ച്, പ്രസൻറ്റേഷൻസ് ഉപയോഗിച്ച് പഠിക്കുക, നോട്ട് മേക്കിംഗ് ചെയ്യുക. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ മാം, ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾ ടീച്ചർമാരെക്കാൾ ഒരുപടി മുന്നിലാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും കൂടെ പറയുന്നത്. കൂടുതൽ അത് ഇൻഫർമേഷൻ കിട്ടാനുണ്ട്. അപ്പോൾ അവരെ ടീച്ചർ പഠിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാം. അവരതിൽ കൂടുതൽ ഉത്സാഹവും കാണിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം AI ടൂൾസ് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്ന കാര്യം, അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കുറഞ്ഞിരിക്കും. നമ്മൾ ലിസണിങ് കപ്പാസിറ്റി എന്ന് പറയില്ലേ, ഇപ്പോൾ ടീച്ചർ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അറ്റൻഷൻ സ്പാൻ വളരെയധികം, അവർക്കത് അറ്റൻഷൻ അവർക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് അവർ ഡീവിയേറ്റഡ് ആയി മാറും. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടല്ലേ? ക്ലാസ്സിൽ തന്നെ പഴയ പോലെ ഒരു ടീച്ചർക്ക് ഒരു ലെക്ചർ മെത്തഡിൽ കൂടി ക്ലാസ് എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അവർക്ക് തന്നെ അറിയാം കുട്ടികൾ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. അതൊരു ഇതുണ്ട്. പിന്നെ ക്ഷമ, പേഷ്യൻസ് വളരെ. ഒരു കാര്യം കുറച്ച് നേരെ ഇരുന്ന് അത് ആലോചിച്ച് പെട്ടെന്ന് കിട്ടണം അവർക്ക് എല്ലാത്തിൻ്റെയും. എല്ലാം ഇൻസ്റ്റന്റ്ലി കിട്ടണം. ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിൻ്റെയും സ്വിഗ്ഗിയുടെയും കാലമാണല്ലോ, അപ്പോൾ ഇൻസ്റ്റന്റ്ലി എല്ലാം കിട്ടണം. പക്ഷേ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഒരു ഇൻട്രോസ്പെക്ഷൻ, റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്നത് അതും കുറവാണ്. എല്ലാം പെട്ടെന്ന് കിട്ടുന്നു, പെട്ടെന്ന് എല്ലാം ആവിയായി പോകുന്നുണ്ട്. അപ്പോൾ മാം, ഈ ബ്രെയിൻ റോട്ട് എന്നൊരു ഇഷ്യൂവിനെ പറ്റി ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അതായത് ഇവർക്ക് ചിന്ത കുറയുന്നു, ഇവർക്ക് അറ്റൻഷൻ സ്പാൻ കുറയുന്നു. അതുകൊണ്ട് തന്നെ ആ ചിന്തിക്കുന്ന ആ തലം, അതായത് ബ്രെയിനിൻ്റെ ചിന്തിക്കുന്ന ഭാഗം ഡിറ്റീരിയറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം ഞാൻ എവിടെ വായിച്ചിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുന്നത്? അതല്ലെങ്കിൽ കുട്ടികളെ ഇവിടെ പിടിച്ചിരുത്താൻ, അല്ലെങ്കിൽ കൂടുതൽ ചിന്തകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള എന്തൊക്കെ ശ്രമങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും? ഇപ്പോൾ പേരൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും. കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ കൂടെ അവരെ കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒരു മൊണോട്ടോണസ് ക്ലാസ് റൂം നമുക്ക് പറ്റില്ല, ലിസൺ ചെയ്തിരിക്കുന്ന പറ്റില്ല. അപ്പോൾ അവരുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് അത് കൊണ്ടുപോകണം. ഇപ്പോൾ കരിക്കുലം അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഒരു കണ്ടൻറ്റ് കോൺടെക്സ്റ്റിലേക്ക് കൊണ്ടുവരണം. കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ കോൺടെക്സ്റ്റിൽ ആയിട്ട് നമ്മളവരെ പഠിപ്പിച്ചാൽ അവരത് കൂടുതൽ എൻജോയ് ചെയ്യും, അവരത് കണക്ട് ചെയ്യും. പിന്നെ കൂടുതൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, പ്രോജക്ട്സുകൾ കൊടുക്കുക, അസൈൻമെൻറ്റ് അവർ തന്നെ ചിന്തിച്ചെഴുതി കൊണ്ടുവരുന്നത്, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് അത് എൻജോയ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള മെമ്മറിയും കൂടുതൽ ചെയ്യുന്നത് ആ പഠിച്ചത് ആഴത്തിൽ പഠിക്കാനായിട്ട്. ഇന്നിപ്പോൾ പഠിക്കേണ്ടതെല്ലാം ഒരു ഔട്ട്കം ബേസ്ഡ് ആണ് പഠിക്കുന്നത്. നമ്മൾ പണ്ടൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഓരോ വർഷവും എന്ത് പഠിക്കണം എന്നുണ്ട്, എന്തെല്ലാമാണ് ഔട്ട്കം എന്ന് വളരെ വ്യക്തമായിട്ട് NCERT പറയുന്നുണ്ട്. അപ്പോൾ ഈ ഔട്ട്കം അല്ലെങ്കിൽ ഈ ഒരു കോമ്പിറ്റൻസി കുട്ടികൾക്ക് ഉണ്ടായിരിക്കാം.
അപ്പോൾ ടീച്ചേഴ്സും കുറച്ചും കൂടെ പ്ലാൻഡ് ആയിരിക്കും. പണ്ടത്തെ പോലെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്യുക മാത്രമല്ല എന്ന്, അതിലൂടെ കുറേ കൂടെ ഡീപ്പായിട്ട് കോമ്പിറ്റൻസിയിലേക്ക്, ലൈഫ് സ്കിൽസിലേക്ക് ഇങ്ങനെ ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ബ്രെയിൻ റോട്ടൊന്നും ഉണ്ടാവില്ല. എഡ്യൂക്കേഷൻ ത്രൂ എൻ്റർടൈൻമെൻ്റ് എന്നോ ഒക്കെ പറയാം അല്ലേ? എഡ്യൂക്കേഷൻ ത്രൂ സ്കിൽ ഡെവലപ്മെൻറ്റ് ത്രൂ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയാം. അതുപോലെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ലേണിംഗ് ത്രൂ എൻഗേജ്മെൻ്റ് ആണ്. അതാണ് കാര്യം. കുട്ടികൾ ദേ ആർ ഓൾസോ ഇൻവോൾവ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ അധികം എഡ്യൂടെക് ആപ്സ് ഉണ്ട്, പോർട്ടൽസ് ഉണ്ട്, ട്യൂഷൻ ആപ്സ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ അവൈലബിൾ ആണ്. ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും ഇന്നത്തെ മാതാപിതാക്കൾ കോമൺലി പറയുന്നൊരു കാര്യം കുട്ടി പഠിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത് ശരിയാണോ? അത് എന്താണ് അതിനുള്ള റീസൺ? അത് പാരൻസ് ഇത് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു വ്യത്യാസമാണ്. കുട്ടികൾക്ക് കുറച്ച് സമയം പഠിച്ചാൽ മതി, അവർക്കത് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ ആപ്പിൽ കൂടെ എല്ലാം അവരത് വ്യക്തമായി അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗഹനമായി ഒരു കാര്യത്തെ കാണാനുള്ള അവരുടെ കഴിവ് കുറഞ്ഞിട്ടുണ്ട്. ആഴത്തിലുള്ള വായന, ഒരു പരന്ന വായന. അപ്പോൾ നമ്മളൊക്കെ കുറേ വായിച്ചും സ്വയം നേടിയെടുത്തതുണ്ടല്ലോ, അത് കുറേ കുറവാണ്. കാരണം എല്ലാം കിട്ടുമല്ലോ, ആപ്പ് വഴി കിട്ടും. കുറേ എന്താ പറയുക, ലേണിംഗ് ആപ്പുകളുണ്ട്. അതൊക്കെ കുട്ടികൾ വളരെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതായിരിക്കാം എല്ലാവരും കൺസേൺ ആവുന്നത്. കുട്ടികൾ വളരെ കൂളാണ്, കാമാണ്, നിങ്ങളൊന്നും അറിയണ്ട, എക്സാമിന് ഞങ്ങൾ മാർക്ക് വാങ്ങിച്ചെന്നാൽ പോലെ. ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ത്രൂ ഔട്ട് ഇരുന്ന് പഠിക്കുന്ന, ക്രാം ചെയ്ത് പഠിക്കുന്ന ആ ഒരു നേച്ചറൊക്കെ പോയി ബൈ ഹാർട്ടാക്കുക. ആ ഒരു പേരൻസ് ചിന്തിച്ചിരുന്ന ആ ഒരു കാഴ്ചപ്പാട് ഒക്കെ വ്യത്യസ്തമായി അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഞാനെപ്പോഴും കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ അത് വേണ്ട രീതിയിൽ അവരത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് എപ്പോഴും സംശയമാണ്. അപ്പോൾ തന്നെ റിസോഷ്യോ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം മാം ഉപയോഗിക്കുന്നുണ്ട്, ഈ സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുവഴി എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ പറ്റി? അത് വഴി ഒന്നാമത്തെ കാര്യം, ഇത് അവർക്ക് ഒരു പുതിയൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു 3 ദിവസം റിസോഴ്സിയോൻ്റെ ടീം വന്ന് അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഗെയിംസിൽ കൂടെ, ഗാമിഫിക്കേഷനാണ്, ഗെയിംസും റിവാർഡിൽ കൂടെയൊക്കെയാണ് അവരവരുടെ ടാർഗറ്റ് എത്തിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും പേരൻസിന് ഈ ഒരു സങ്കടം, അവർ പഠിക്കത്തില്ല തോന്നുന്നത് എന്താ വെച്ചാൽ ഗോൾ ഇല്ലാത്ത മാതിരി. ഗോൾ ഓറിയൻറ്റഡ് അല്ല, അവരെന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷേ എന്താണ് അവരുടെ ലക്ഷ്യം അത് അപ്പോഴും ഇല്ല. അതിലേക്കാണ് റിസോഴ്സിയോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു ഗോൾ ടാർഗറ്റ് ചെയ്ത് അവരത് അച്ചീവ് ചെയ്യാനുള്ള അവരുടെ ഒരു ടീം വർക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യുക. എല്ലാം ഈ 3 ദിവസം കൊണ്ട് സ്റ്റഡിക്ക് നടക്കുന്നുണ്ട്. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, എങ്ങനെ പഠിക്കാം, മെമ്മറി എങ്ങനെ, അതിനുള്ള ടെക്നിക്സ് എന്തൊക്കെ, മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള, ഇങ്ങനെയുള്ള കുറേ ആസ്പെക്ട്സുകൾ റിസോഴ്സിയുടെ ഈ ട്രെയിനിങ്ങിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അത് അവിടെ വളരെ യൂസ്ഫുള്ളായി. അതായത് ഒരു നോർമൽ ട്യൂഷൻ ആപ്പ് അല്ല, ഇതൊരു ട്യൂഷൻ ആപ്പേ അല്ല. ബേസിക്കലി സ്കിൽ ഡെവലപ്മെൻറ്റിന്, അതായത് കുട്ടികളെ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിച്ച് ഇൻഡയറക്റ്റ്ലി അവരെ പഠിപ്പിക്കുകയാണ്, പഠനത്തിലേക്ക് എത്തിക്കുകയാണ് അല്ലേ? അങ്ങനെയാണ്. അതെ, അവരറിയാതെ ലേണിംഗ് എപ്പോഴും കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് കൂടെ വേണമല്ലോ. അവർ അൺകോൺഷ്യസ് ആയിട്ട് അവരത് എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും ക്ലാസ് റൂമിൽ. അത് കഴിഞ്ഞാൽ അവർ ക്ലാസ്സിലെത്തുമ്പോൾ അത് ലിസൺ ലിറ്റിൽ മോർ, അവർ കൂടുതൽ അതിനെക്കുറിച്ചൊരു ഗോൾ ഓറിയൻറ്റഡ് ആവുന്നു, ചലഞ്ചസ് ഫേസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. സോ ഏബിൾ ടു സീ ദ പോസിറ്റീവ് ചേഞ്ച് ബേസിക്കലി. ഓക്കെ. അപ്പോൾ മാം, ഇപ്പോഴത്തെ ജെൻസി കിഡ്സിനെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയെ പറ്റി പറയുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ലോ സെൽഫ് എസ്റ്റീം, ആങ്സൈറ്റി, ദെൻ ഹോർമോൺ ഇംബാലൻസ്, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. മുമ്പൊക്കെ അത് കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരിൽ അല്ലെങ്കിൽ 30 കഴിഞ്ഞവരിലോ കുറേയധികം ലയബിലിറ്റീസ് ഉള്ളവരിൽ, ബാധ്യത വന്നവരിലൊക്കെയാണ് ഇതൊക്കെ കേട്ടിരുന്നത്. പക്ഷേ ഇത് യങ്സ്റ്റേഴ്സിൽ, കിഡ്സിൽ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ മാമിൻ്റെ അഭിപ്രായം എന്താണ്? എന്നെ ഏറ്റവും അധികം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ ഇമോഷണൽ സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റ്. ഇപ്പോൾ സോഷ്യൽ കോഷ്യൻ്റ് കുറഞ്ഞു, ഇമോഷണൽ കോഷ്യൻ്റ് കുറഞ്ഞു, ഇതൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. IQ കൂടി, IQ എന്നുള്ള ലെവലിൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്നർത്ഥം പറഞ്ഞ പോയിന്റ്. പക്ഷേ ഇവർക്ക് ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നില്ല. സ്ട്രെസ്സ്, വല്ലാത്ത സ്ട്രെസ്സാണ് മിക്ക കുട്ടികൾക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡിപ്രഷൻ വിത്തൗട്ട് എനി റീസൺ അത് ഐഡൻറ്റിഫൈഡ് ആയിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ തൊട്ട് തന്നെ ഡിപ്രഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഇടപെടേണ്ടിയിരിക്കുന്നു സ്കൂളിൽ.
അധ്യാപകരും രക്ഷാകർത്താക്കളും കുറച്ച് കൂടുതൽ അവെയറാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് പേരൻസിന് ഇവരുടെ കരിയറും അക്കാഡമിക്കുമായിട്ട്. അത് അവർക്ക് ഹൈ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സമയമില്ല. ഏറ്റവും അധികം ഒരാൾക്ക് സന്തോഷം വരുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹാപ്പിനെസ് ഹോർമോണൊക്കെ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതവർക്കില്ല. അവർക്ക് സ്കൂളിൽ വിട്ടാൽ ട്യൂഷനാണ്, ട്യൂഷൻ കഴിയുമ്പോൾ പിന്നെയും പഠിക്കുകയാണ്, ഒരേ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹാപ്പിനെസ് കുറയുന്നത്. ഹാപ്പിനെസ് എപ്പോൾ കുറയുന്നോ അപ്പോൾ ഡിപ്രഷൻ്റെ സാധ്യതകൾ കൂടുതൽ. അപ്പോൾ ഇത് ആൻസൈറ്റി കുറയ്ക്കാൻ എന്നുള്ളതാണ് അവർക്ക് ഒന്നാമത്തെ. അവർക്ക് അൺസർട്ടൺ ആണല്ലോ കരിയർ. ഇന്നിപ്പോൾ കുട്ടിക്ക് തന്നെ അറിയുന്നില്ല ആരാവണം. ഹൈലി കോമ്പറ്റേറ്റീവും കൂടാണ്. കോമ്പറ്റേറ്റീവാണ്. അവർക്ക് അവർ പഠിച്ചു തന്നെയാണോ അവർ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന അതേ സബ്ജക്റ്റാണ് ഒന്നും അവർക്കറിയില്ല. കരിയറിനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റി അവർക്കറിയാം. അപ്പോൾ അതും അവരെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. അവർക്ക് സമയമില്ല, പ്രോപ്പറായിട്ട് റെസ്റ്റ് ഇല്ല, നല്ല ഫുഡ് കഴിക്കുന്നില്ല, ഹെൽത്തി ഫുഡ് കഴിക്കുന്നില്ല. ഇതെല്ലാം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ ഇവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ശരിക്കും നോക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ആൻസൈറ്റി, ഇമോഷൻ ഔട്ട്ബേസ്റ്റ് സംഭവിക്കുന്നത്. ഒരു ഓപ്പൺനെസ് വേണം, ട്രാൻസ്പെറൻസി വേണം. നമ്മൾ അവരോട് ഇടപെടുമ്പോൾ കുറേയും കൂടെ സത്യസന്ധമായിട്ട് ഇടപെട്ടാൽ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ നമ്മളോട് ഓപ്പൺ ആവും. അത് ആ ഒരു മാറ്റം വരണം. രക്ഷാകർത്താക്കളും അധ്യാപകരും ഒരു വരച്ച് ഇടപെട്ടിരുന്നൊരു മാറ്റം വന്ന് കുറേയും കൂടെ നമ്മൾ അവരോട് ഫ്രീ ആയിട്ട് ഓപ്പണപ്പ് ആക്കാൻ അവരെ അനുവദിച്ചാൽ എനിക്ക് ഈ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം മാം പറഞ്ഞു IQ കൂടിയിട്ടുണ്ട്, ബട്ട് EQന് വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൊസൈറ്റി എന്നുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ പല കുട്ടികളും ഒരു സെക്ലൂഡഡ് ലൈഫാണ്, മൊബൈലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മൊബൈലിൽ മാത്രം ജീവിക്കുന്ന ഒരു ലൈഫാണ് അവരുടേത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പോലുള്ള കാര്യങ്ങൾ അവരെ കൂടുതൽ സൊസൈറ്റിയിലേക്ക് അടുപ്പിക്കാനും ഒരു സമൂഹം എന്ന നിലയിൽ നിലനിൽക്കാനും സഹായിക്കത്തില്ലേ? തീർച്ചയായും അങ്ങനെയാണ്. നമ്മൾ സ്കൂളിലിപ്പോൾ ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ടാകും, പിന്നെ ഈ സ്പോർട്സ്, ആർട്ട്, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികൾ കൂടുതൽ അവർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ കൊടുത്തുകൊണ്ട് സ്കില്ലിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഡീവിയേറ്റഡ് ആവില്ല അവരുടെ തോട്ടിൽ നിന്ന്. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇന്ന് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുന്നില്ല. ഓപ്പൺ ചെയ്ത് എൻ്റെ ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്താണെന്ന് അവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. അത് പറയാൻ വീട്ടിലും അതിനുള്ള ഒരു അവസരം കൊടുക്കണം. അതുപോലെ സ്കൂളിലും അതിനുള്ള ഒരു സ്പേസ്, ഒരു ഓപ്പൺ സ്പേസ് അവർക്ക്. അങ്ങനെ ആ മാറ്റങ്ങൾ വരണം. എല്ലായിടത്തും മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ പഴയ ട്രഡീഷണൽ ലെവലിൽ തന്നെ സ്കൂളിലെ അതുപോലെ വീട്ടിലെ അന്തരീക്ഷവും ആവാൻ പാടില്ല. ആ ഒരു തുറന്ന സംസാരത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. കുട്ടി എന്താണ് ഗോ ത്രൂ ചെയ്യണമെന്ന് നമുക്കപ്പോൾ അറിയാം. പിയർ പ്രഷറുണ്ട്, ബുള്ളിങ് ഉണ്ട്, പല ആസ്പെക്ട്സിലും കുട്ടികൾ ശരിക്കും സ്ട്രഗിൾഡാണ്. സമയമില്ല, സമയമില്ല. ഇതൊന്നും പറയാൻ പോലും നേരമില്ല. ആരോട് പറയാം? കേൾക്കാൻ ലിസണേഴ്സ് ഇല്ല, കേൾക്കാൻ ആൾക്കാരില്ല. അപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവർ തെറ്റായ വഴിയിലേക്കൊക്കെ എത്തുന്നത്. സൂസൈഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണെന്നാണ്. അപ്പോൾ മാം അപ്പോൾ നമ്മൾ ഈ റിസോഷ്യോ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അവരെ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് കൊണ്ടുവരാനുള്ള ആക്ടിവിറ്റീസും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു, ടാസ്ക് പ്ലാൻ ചെയ്തിരുന്നു, ഫാമിലിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, ദെൻ ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ. അപ്പോൾ അത് മാറ്റങ്ങൾ വരുത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടോ മാഡത്തിന്? കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ആ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് ഈ സ്കൂളിൽ. അപ്പോൾ അത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്? അതിനിപ്പോൾ നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. കൂട്ടനെ തന്നെ എനിക്കത് പറയാൻ കഴിയില്ല. പൊതുവേ ഞങ്ങൾ ഇവിടെ സ്കൂളിലിപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ആ ഒരു ഓപ്പൺ സ്പേസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിസോഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തു. നമുക്കത് കുറേയും കൂടെ റീഇൻഫോഴ്സ് ചെയ്യും. അതാണ് സംഭവിച്ചത്. എന്തായാലും ആ ഒരു ഇത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഭവൻസ് സ്കൂൾസ്. അതെ, എനിക്കറിയാം. എൻ്റെ മോനും ഭവൻസിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഓൾറെഡി. അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് റിസോഴ്സ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സുമായിട്ടുള്ള ബോണ്ടിങ്, റാപ്പോ, അത് ടീച്ചറും കുട്ടിയും തമ്മിൽ ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. ഇവിടെ എൻ്റെ അടുത്ത് വരാനും അതെ, എൻ്റെ ഡോർ എപ്പോഴും ഓപ്പൺ ചെയ്തിരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ലഞ്ച് കഴിക്കുന്നത് കുട്ടികളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ അവരെ കൂടുതൽ എന്നിലേക്ക് പഠിപ്പിക്കുന്നുണ്ട്.
പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താനുള്ള ഒരാളില്ല. യെസ്, പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല, പേടിയായിരുന്നു നമുക്ക്. ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. അത് മാഡം മാഡം അതിനുവേണ്ടി ഇറങ്ങി ശ്രമിക്കുന്നുണ്ടല്ലേ? ഫിയർ കളഞ്ഞാൽ തന്നെ കുറേ ഫിയർ എന്നുള്ളൊരു എലമെൻ്റ് എല്ലാത്തിൽ നിന്നും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല ഫിയറിൻ്റെ. അപ്പോൾ അത് ക്ലാസ് റൂമിലാവട്ടെ, ഇവിടെ ഒരു ഹാപ്പി ക്ലാസ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളുണ്ടാക്കും. നമ്മളും ഹാപ്പി ആകണം. റോള് ചെയ്യണമെങ്കിൽ പേഴ്സൺ ഷുഡ് ബി ഹാപ്പി അല്ലേ? ഇപ്പോൾ ടീച്ചേഴ്സും ഹാപ്പി, ഞാനടക്കമുള്ളവർ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ ഹാപ്പിനെസ് എങ്ങനെ കണ്ടെത്തണമെന്ന് നമ്മൾ സ്വയം കണ്ടെത്തി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. മാം, ഒരു സിസ്റ്റം 100% പെർഫെക്റ്റ് അല്ല. അപ്പോഴും ക്ലാസ് റൂമിലും ഹാപ്പി അല്ലാത്ത കുട്ടികളും ഉണ്ടാവാം. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ടോ? എങ്ങനെയാണ് അപ്പോൾ അവരെ എങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? മറ്റുള്ളവരുടെ ആ സ്ട്രീമിലേക്ക്, മറ്റുള്ളവരുടെ ആ ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ കുറച്ച് പണിയായിരിക്കുമല്ലോ. അതെങ്ങനെയായിരിക്കും? അതിന് കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ കൗൺസിലേഴ്സിൻ്റെ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്നുള്ള ലെവലിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്യും. അവരോട് സംസാരിക്കും, രക്ഷാകർത്താക്കളെ അറിയിക്കും, ഇരുന്ന് സംസാരിക്കും. ഇങ്ങനെയാണ്. പിന്നെ മെഡിക്കേഷൻ വേണ്ടവരുമുണ്ട്. അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവർക്കത് കൊടുക്കും. അവരെ ഡയറക്റ്റ് ചെയ്യും, കാണാനും ഗൈഡേഴ്സ് സൈക്കോതെറാപ്പിസ്റ്റിനെയൊക്കെ കാണാനൊക്കെ ആയിട്ട്. എന്തായാലും കുട്ടികൾക്കും അത് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പിയർ എഡ്യൂക്കേറ്റർ എന്നൊക്കെ പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ. പിയർ എഡ്യൂക്കേറ്റേഴ്സ് കുട്ടികൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളോട് വന്ന് പറയും ചില കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നം. പിന്നെ ഒരു ഡം ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് വെച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും. അപ്പോൾ കുട്ടികളുടെ എന്ത് ഫീലിങ്ങും അത് എഴുതിയിടാം. ഇപ്പം എനിക്ക് ഇന്ന് തോന്നുന്നത് എന്താണ്, സന്തോഷമാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, അത് എന്താണെങ്കിലും അത് എഴുതിയിടാം. അത് വേറെ ആരും വായിക്കില്ല. അത് എഴുതി അത് കളയുക. ആ ഇമോഷനെ ഒന്ന് ക്ലെൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചവർ ചെയ്യും, നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അവരതെല്ലാം എഴുതിയിടും. മാം, അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം എല്ലാ കാര്യവും ഇപ്പോൾ കോവിഡിന് മുമ്പും ശേഷം എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഈ കുട്ടികളുടെ സാമൂഹിക ഇടപെടലുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ അഡാപ്റ്റബിലിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? നല്ലവണ്ണം അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കളിയിടങ്ങളില്ലല്ലോ. കളിയിടങ്ങളിൽ ഇല്ലാത്തതിൻ്റെ കോവിഡിന് ശേഷം അത് നല്ലൊരു ഗ്യാപ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശരിക്കും അവർ അധികവും സോഷ്യൽ മീഡിയകളിലാണ് അവർ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? അത് റിയലും തമ്മിലുള്ള ഡിഫറൻസ് അത് അവർക്കത് അറിയുന്നില്ല. അവർ മിക്കവാറും ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും അതുപോലെ വ്ളോഗേഴ്സിൻ്റെയും ഒക്കെ അവരാണ് റോൾ മോഡൽസായി മാറുന്നത് അവർക്ക്. പിന്നെ അവരുടെ ലൈക്സ് ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്ക് ഇപ്പം ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാവരും പുതിയ മാർക്കറ്റിംഗ് ഇൻസ്റ്റയിലൊക്കെയാണ്. പക്ഷേ ഇതിലെ ഫോളോവേഴ്സ്, ഇതിലെ ലൈക്സ് ഒക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഒക്കെ വളരെ ജീവിതത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് കാര്യം. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയും ധാരാളമായി കൂടുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഒക്കെ ഒരു കാരണമാണ്. അപ്പോൾ ശരിക്കും വേണ്ടതൊരു ഡിജിറ്റൽ ലിറ്ററസി കുട്ടികൾക്കില്ല. മൊബൈലിൽ നിന്ന് നമുക്ക് അവരെ മാറ്റാൻ കഴിയില്ല. കോവിഡ് കാലം തൊട്ട് അവർ ലാൻഡഡ് ഇൻ ദ ടെക്നോളജി നോയിങ്ങിലി ഓർ അൺനോയിങ്ങിലി. അപ്പോൾ ഇനി നമുക്ക് അവരെ അതിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ അവർക്ക് ലിറ്ററസി ഇല്ല. ഡിജിറ്റൽ അവയർനെസ് അവർക്ക് നമ്മൾ എപ്പോഴും കൊടുത്തേ പറ്റും. അതിൻ്റെ ഡേഞ്ചേഴ്സ് അവർക്ക് കാണിച്ചു കൊടുത്തേ പറ്റും. അത് ക്രമേണ അത് ശരിയാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ കുറേ കുട്ടികളെങ്കിലും അവെയറുമാണ്. അതും പറയേണ്ടിയിരിക്കും കേട്ടോ. കുറച്ച് പേരെങ്കിലും ഈ ഒരു മീഡിയ നമ്മളെ അഡിക്റ്റഡ് ആക്കും എന്നുള്ളതിനെ കുറിച്ച് അവെയറുമാണ്. അപ്പോൾ കൂടുതൽ എംപതി അല്ലെങ്കിൽ റെസിലിയൻസ്, പ്രോബ്ലം സോൾവിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്കൂളുകൾ തന്നെ നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ കുട്ടികൾ. അതിന് വേണ്ട ആക്ടിവിറ്റീസാണ് സ്കൂളിൽ വേണ്ടത്. സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള കൊടുക്കുന്ന ആക്ടിവിറ്റീസ്, പ്രോജക്ട്സിലൊക്കെ കുട്ടികൾ ഇൻവോൾവ് ആവും. ഫോർ എക്സാമ്പിൾ സൊസൈറ്റിയിൽ അവരെ പ്രശ്നങ്ങൾ അവർ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷൻ അവർ തന്നെ കരുതുന്ന ഒരു പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ഇന്നോവേഷൻ അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളതിലെല്ലാം ഇൻവോൾവ് ആണ്. അതെ, ഇത് റിലേറ്റഡ് ആയിരുന്നു അടുത്ത എൻ്റെ ചോദ്യം. ഇപ്പോൾ സ്നാപ്ചാറ്റ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്. അപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പിറകെയാണ് കുട്ടികൾ. എന്നിരുന്നാലും അവർ ഏകാന്തത അനുഭവപ്പെടുന്നു. അവർ വല്ലാതെ ലോൺലി ആകുന്നുണ്ട്. അപ്പോൾ അത് മാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അഡീഷണൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ? അത് ഉണ്ട്. കാരണം അവർ കാണുന്നതൊന്നും റിയൽ അല്ലല്ലോ. റിയൽ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ലഹരി അവർക്ക് അറിയുന്നില്ല. ഇപ്പം ലഹരി എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ്സ് മാത്രമല്ല, ഇതും അവർക്ക് ലഹരിയാണ്. ഡിജിറ്റൽ സോഷ്യൽ മീഡിയ അവർക്ക് ലഹരിയാണ്.
പക്ഷെ ചില സുഖം തരുന്ന ലഹരിയുണ്ട്, ദുഃഖം തരുന്ന ലഹരിയുമുണ്ട് എന്നുള്ള അവർ തിരിച്ചറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഫുട്ബോൾ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു ലഹരിയുണ്ട്, അതെ അതെ. അതൊരു സുഖം തരുന്ന ലഹരിയാണ്. നേരെ മറിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നോക്കിയിരുന്ന് അവർക്ക് അഡിക്ഷൻ കൂടി ഫോളോവേഴ്സിൻ്റെ പിറകെ നിന്ന് അവസാനം അവർക്ക് വരുന്നത് ഡിപ്രഷനാണ്. അതവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർ കുറേ കൂടെ സൗഹൃദങ്ങളിലേക്ക്, റിയൽ സൗഹൃദങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിക്കും. ഇത് ഡ്രഗ്സിലേക്ക് എത്തിക്കുന്നുണ്ടാവും അല്ലേ മാം? ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഏകാന്തതയിൽ കഴിഞ്ഞ് ഇപ്പം ആരുമില്ലാന്നൊരു തോന്നലുണ്ടായി, അതായിരിക്കണം പലപ്പോഴും ഈ ഡ്രഗ്സ്. അപ്പം ഡ്രഗ് ക്യാമ്പയിനുകളും മറ്റും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു അവയർനെസ് ആണ്. ഇപ്പം ഞാനെപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള കുട്ടികളോട്, ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം സുഖം തരുന്നതും നമ്മളെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള അഡിക്ഷൻസ്. സുഖം തരുന്ന അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ടിനോട് കുറേ നേരം സംസാരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു അഡിക്ഷൻ. പക്ഷെ അത് അപ്പം തന്നെ നമുക്ക് വീണ്ടും വേണം നമുക്ക് തോന്നില്ല. നമുക്കതിൻ്റെ ഒരു സുഖം നാളുകളോളം നിലനിൽക്കും. ഒരു യാത്ര ചെയ്താൽ കിട്ടുന്ന ഒരു സുഖം നമുക്ക് നാളുകളോളം നിലനിൽക്കും അല്ലേ? ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മാച്ച് കുട്ടികളുടെ കൂടെ കളിച്ച് എല്ലാവരും വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിഫറൻസ് അവർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു മുറിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കിട്ടുന്നത് അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു. വീണ്ടും അവർ തിരിച്ചറിയണം, അവർ ബാക്ക് ടു ദ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് അവർ എത്തുകയാണ്. അപ്പോൾ ആ ഒരു ജീവിതം തന്നെ ലഹരിയായി മാറുക എന്നുള്ളത് തിരിച്ചറിയാൻ അവർക്ക് സന്തോഷം എന്താണെന്ന് തിരിച്ചറിയണം, സമാധാനം, പീസ് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയുക. ഈ കോർ വാല്യൂസ് കുട്ടികളിലേക്ക് എത്തണം. നമ്മൾ വെറുതെ കുറേ സൂപ്പർഫിഷ്യലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഉള്ളിലിരുന്ന് അവരുടെ അടുത്തിരുന്ന് അവരോട് സംസാരിച്ച് അവർക്ക് കറക്ഷൻസ് കൊടുക്കേണ്ടി വരും. അതിലും പലപ്പോഴും പേരൻസിനും സമയമില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അതും കൂടെ ഈ പിള്ളേരെ തെറ്റിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരും ഓട്ടത്തിനിടയിലാണല്ലോ. അങ്ങനെ ആ ഒരു കുട്ടികളുമായിട്ടുള്ള തുറന്ന ചർച്ചയിൽ തന്നെ നമുക്ക് ഇവരുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ തന്നെ അവർക്ക് പലതും ജീവിതത്തിലെ ചലഞ്ചസിനെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണം, പെട്ടെന്ന് സൂയിസൈഡൊന്നും അല്ല ഓപ്ഷൻ എന്നുള്ളത്. അതെ, ഈ സൂയിസൈഡ് ഒരു ഹോബി പോലെ ഒരു ട്രെൻഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് കുട്ടികളിൽ മാത്രമല്ല കുറച്ച് മുതിർന്നവരിലും ഉണ്ട്. അത് മാറ്റേണ്ടത് ഈ സമൂഹ നിലയിൽ നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. പല ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ, അത് ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആകുന്നതിലൂടെ, കൂട്ടുകാരോട് തൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ അത് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മാം, ഇപ്പം എൻട്രൻസിൻ്റെ കാലമാണ്, നീറ്റ്, JEE, പല എൻട്രൻസുകൾ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റാറില്ല. മാക്സിമം എഫർട്ട് എടുക്കുന്നുണ്ട് കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാം മാക്സിമം എഫർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ വിജയമാവാൻ പറ്റില്ല. വളരെ കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിജയിക്കാതെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർ സ്ട്രെസ്സിലേക്ക് വീണു പോകാം, ടെൻഷനിലേക്ക് വരാം, പല സൂയിസൈഡൽ ടെൻഡൻസി വരാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇല്ലെങ്കിൽ അത് മാത്രമാണ് പരിഹാരം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം ആ വഴി അടഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു വഴി ഉണ്ടെന്നുള്ള തോന്നലില്ല. അതാ, ഈ എൻട്രൻസിൽ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വിചാരിച്ച റാങ്ക് കിട്ടിയില്ലെങ്കിൽ ജീവിതം അവസാനിച്ചു എന്നുള്ളൊരു ചിന്തയാണ്. ഇതൊക്കെ സ്കൂളിൽ തന്നെ നമ്മൾ പല കരിയർ ഓപ്ഷൻസ് അവർക്ക് കാണിച്ചു കൊടുക്കണം. മറ്റു വഴികളുമുണ്ട്, മറ്റു കരിയർ ഓപ്ഷനുണ്ട് എന്നുള്ളത് നമ്മൾ കുറേ സെഷൻസ് കൂടെ അവർക്ക് മനസ്സിലാക്കണം. എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന്. ഒരു വഴി അടഞ്ഞാൽ മറ്റ് പല വഴികൾ തുറന്നു കിടക്കും എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓണസ്റ്റായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് വർക്ക് ചെയ്യുക. അഥവാ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് മറ്റ് പ്രൊഫഷൻസ് ഉണ്ട്, ഈക്വലി വാല്യൂബിൾ ആയിട്ടുള്ള, ഈക്വലി പ്രോമിസിങ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ഉണ്ടെന്നല്ലേ? അങ്ങനെ അതിനിപ്പോൾ പേരൻസ് ആയാലും അവർക്ക് ഇത് തന്നെ വേണം കുട്ടിക്ക് എന്നുള്ളൊരു വാശി ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ട്. എൻ്റെ കുട്ടി എങ്ങനെയായാലും മെഡിസിൻ തന്നെ കിട്ടണം, റിപ്പീറ്റ് ചെയ്ത് കുറേ കഴിയുമ്പോഴേക്കും കുട്ടി ആകെ ഷാറ്റേഡ് ആവും. അപ്പോൾ ഇതിൽ മാർക്കിനോടല്ല വേണ്ടത്, ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായം അത് മാറി. ഇപ്പോൾ മാർക്ക് ഓറിയൻറ്റഡ് മാറി. ഞാൻ നേരത്തെ പറഞ്ഞത് അത് ചെറിയ ക്ലാസ്സിൽ തന്നെ ആ ഒരു ചിന്ത കുട്ടികളിലും രക്ഷാകർത്താക്കളിലും കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ദൗത്യം. ചെറിയ ക്ലാസ് തൊട്ട് തന്നെ മനസ്സിലാക്കണം, മാർക്കല്ല കാര്യം, വേറെ പല ആസ്പെക്ട്സ്, സ്കില്ലുകളാണ്. സ്കിൽ ഡെവലപ്മെന്റ് അതിന്റെ കാലമാണ് അല്ലേ? എന്താണെങ്കിൽ ഇപ്പോൾ ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ഒരു കുട്ടിക്ക് ലോകത്തെവിടെയും എന്തിലും വിജയം നേടാൻ സാധിക്കും. ലോകത്തിലെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ സ്കില്ലുള്ളവരാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ളൊരു സ്കില്ല്,
ഈ സ്കില്ലുകൾക്കാണ് ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മളുടെ അക്കാഡമിക്സിൻ്റെ ഒപ്പം തന്നെ സിലബസിൻ്റെ ഒപ്പം തന്നെ ക്ലാസ് മുറികളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്കില്ലും കോമ്പിറ്റൻസിയും, ധൈര്യത്തോടെ സംസാരിക്കാനുള്ള കഴിവ്, എന്താണ് വേണ്ടത് എന്നുള്ളത് തുറന്നു പറയാനുള്ള കഴിവ്, നോ പറയാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കുറേ സ്കില്ലുകളുണ്ടല്ലോ. അതെല്ലാം ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ വലിയ ക്ലാസ് എത്തുമ്പോൾ ഈ ഒരു ചിന്താഗതിയിൽ മാറ്റം വരും. എല്ലാം ചിന്തകളാണല്ലോ, തോട്ട്സ് മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും. ഇത് ശരിക്കും സൊസൈറ്റിയും എല്ലാവരും അത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇവരുടെ വളർന്നു വരുന്ന ഈ ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ. അപ്പോൾ അത് ഒരു എല്ലാവരും കൂടെ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും കൂടെ ചിന്തിക്കണം എന്നാണ് എനിക്ക്. ആക്ച്വലി ഒരിടത്ത് തോറ്റാൽ നീ തോറ്റവനാകുന്നില്ല, നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം നീ വിജയി തന്നെയാണ്. അത് ആ ഒരു കൺസെപ്റ്റാണ് നമ്മളും ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെ, കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അറ്റംപ്റ്റാണ് ഏറ്റവും വലുത്. അതെ, അതിന് ഇപ്പം ഒരു മാർക്കല്ല, അല്ലെങ്കിൽ ഒരു വിജയമല്ല. വിജയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് അവരോട് ചർച്ച ചെയ്യണം, അവരോട് സംസാരിക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എന്താ പറയുക സക്സസ്, അതിൽ കിട്ടുന്ന സന്തോഷം എന്താണ്. ചിലപ്പോൾ ഒരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്നത് നമുക്കൊരു വിജയമാണ്, അല്ലേ? അപ്പോൾ ആ ഒരു വേ ഓഫ് തോട്ട് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിച്ചതല്ല. എല്ലാത്തിലും വേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പെറൻസി ഓപ്പൺനെസ്സുമാണ്. സൊസൈറ്റി, സ്കൂളും വീട്ടിലും ഒക്കെ വേണം. the ability to identify new professions, new walkways, new pathways, അല്ലേ? അതൊരു ability to identify one's own strengths, സെൽഫ് അവെയർനെസ് ഉണ്ട്. അതും കുട്ടികൾക്കില്ല. ഞാൻ എന്താണ്, എനിക്ക് എന്താണ് കഴിവ് എന്നുള്ളത്, എൻ്റെ വീക്ക്നെസ് എന്താണ്, അല്ലേ? വീക്ക്നെസ്സിനെ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റിയൊക്കെ മാറ്റാനും കഴിയും. അപ്പോൾ ആ ഒരു ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം വീട്ടിലും രക്ഷാകർത്താക്കളും അധ്യാപകരും. അപ്പം പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ മാറി. ഇപ്പോൾ റിസോഴ്സിയോ ഇവിടെ ഇടപെടലുകളൊക്കെ അവിടെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്. ഇതിപ്പോൾ പഠനം എന്ന് പറയുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളതും കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മാർഗത്തിലൂടെയും നമ്മൾ കുഞ്ഞുങ്ങളെ ഈ ഒരു ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, നെവർ എൻഡിങ് പ്രോസസ്. നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞു, സാധിച്ചു എന്ന് പറയാൻ സാധിക്കും. കോൺസ്റ്റൻ്റ്ലി ഫ്ലോയിങ് പ്രോസസ്, അല്ലേ? താങ്ക് യു മാം. ഇത്രയും ഇൻഫർമേഷൻ, ഇൻസൈറ്റ്സ്, ഇൻപുട്സ് എല്ലാം തന്നതിന് വളരെ നന്ദി. നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ പ്രിൻസിപ്പൽ ഡോക്ടർ വി ബിന്ദു ആണ്. മാം തന്ന എല്ലാ ഇൻഫർമേഷനും നന്ദി. ഈ ഇൻഫർമേഷൻസ്, ഈ അറിവുകൾ, ഈ ഇൻഡെപ്ത് ഇൻസൈറ്റ്സ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുട്ടികളിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ അവർക്ക് ശരിയായ വിജയ വഴിയിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.